പണം വരും പോവുമയ്യ. ചോർച്ചമായുള്ള കൈയാണ്. ലവ് പണ്ണവർക്ക് തേനാണ്, പിണങ്ങിയാലത് നാഗമാണ്. കാര്യത്തിന് വിളിച്ച കിട്ടില്ല. സത്യ മൊബൈലിൽ വിളിച്ചാൽ കിട്ടാറില്ല കുഞ്ഞാപ്പൂനെ. രേഖ കള്ളം പറയില്ലയ്യ. ഏത് രേഖയാ? സിനിമാ രേഖയോ അതോ നമ്മുടെ ചക്കൂരക്കര പോലീസുകാരന്റെ മകളുടെ രേഖയോ? ശാസ്ത്രത്തെ ഇൻസൾട്ട് പണ്ണാതയ്യ. ഇവരോட മംഗല്യ രേഖ തെളിഞ്ഞു വന്നിருக்கு. വരികയാണല്ലോ. കുഞ്ഞാപ്പു ഫാസ്റ്റ് ടീമാ. നീ ഞങ്ങളെ ആരെ അറിയിക്കാതെ കല്യാണം അങ്ങ് നിശ്ചയിച്ചു അല്ലേ? കല്യാണോ? ആര് പറഞ്ഞു? ആര് പറഞ്ഞാലെന്താ? വലിയ കഷ്ടമായി പോയിട്ടോ. എന്താ കല്യാണം കഴിക്കാൻ തീരുമാനം? അതല്ല, പിന്നെ രഹസ്യമാക്കി വെച്ചത്. ഏതായാലും പെണ്ണ് കൊള്ളാം, പിടിക്കുക. ഏത് പെണ്ണ്? ഓ, നീ പിന്നെ ഉരുണ്ട് കളിക്കുക. പെണ്ണും പെണ്ണിന്റെ ഉപ്പാനും കൂടി നിന്റെ കുടിയിലേക്ക് പോയിട്ടുണ്ട്. ആ സക്കാത്ത് ബീരാനിക്കേണ്ട കൂടെ. സക്കാത്ത് ബീരാനിക്കേണ്ട കൂടെ പെണ്ണോ? നീ അടുത്തെങ്ങാനും ബീരാനിക്കാരുടെ പെണ്ണ് കാണാൻ പോയാ? ഇല്ലടാ. അപ്പൊ പെണ്ണിനെ കാണിക്കാൻ കൊണ്ടുവന്നതായിരിക്കും. അയാൾ ആ ടൈപ്പ് ഒന്നും അല്ല, പാവം. ബീരാനിക്ക ഫോട്ടോ കാണിക്കൽ നിർത്തി ഇപ്പൊ പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടേ കാണിക്കുന്ന രീതി തുടങ്ങിയതാ കേട്ടത്. വലിയ വലിയ സിറ്റിയിലൊക്കെ ഇപ്പൊ അങ്ങനെ. നമുക്ക് വെക്കം വീട്ടിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ അതവരങ്ങ് ഉറപ്പിക്കുവേ. ഇവളുടെ നിക്കാഹ് പഠിച്ചോനറിയിച്ച നമ്മ നടത്തും. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ബീരാനെ? എന്തായാലും ബീരാനിക്കട ഈ പരിപാടി കൊള്ളാം. മറ്റേത് ഫോട്ടോ കാണുക, പെണ്ണിനെ കാണാൻ അങ്ങോട്ട് പോവുക, ഇതൊന്നുമില്ല. പെണ്ണിനെ വീട്ടിൽ കൊണ്ടേ കാണിക്കും, ഇഷ്ടപ്പെട്ട അപ്പ കല്യാണം. നോക്കണ ഓരോ പരിഷ്കാരങ്ങളെ. എടാ, അത് നമ്മുടെ കൂടെ പഠിച്ച കുട്ടിയാ, ഇക്ബാൽ മാഷിന്റെ മോള്. കുഞ്ഞാപ്പു പെണ്ണ് തരക്കേടില്ല കേട്ടോ. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അവരുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പറ്റാ. വന്നല്ല നമ്മുടെ പുയ്യാപ്പള. ഞാൻ ഒന്ന് പറയട്ടെ. ജഹാംഗീറിന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പേരെന്ന് പറഞ്ഞേ. ഖദീജ. അല്ല, കബർനിസ. അല്ല, ആ കുട്ടി ഓനെ എന്ത് ഗീർന്നാ വിളിച്ചത്? ജഹാംഗീർന്ന് അവന്റെ സ്കൂളിലെ പേര്. പണ്ടാടങ്ങ ഇതൊന്ന് നേരത്തെ പറയണ്ടേ? ഈ ലാസ്റ്റ് അവസാനം ആലോചിച്ച പെണ്ണ് പോലും പേരിന് പരിഷ്കാരം പോരാന്ന് പറഞ്ഞാ മാറിയത്. ഈ കുഞ്ഞാപ്പൂന്ന പേരില്ലേ ഒരു ബെടക്ക് പേരാന്നേ. ചന്ദ്രല്ലേ? ചന്ദ്രന് നല്ല മാറ്റണ്ട്. അതെങ്ങനെ മാറാതിരിക്കും? ഈ ചന്ദ്രനെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. നമ്മുടെ കാഞ്ഞിരത്തുമെന്ന് വീണ് മരിച്ച ശിവരാമൻ നായരില്ലേ? നമ്മുടെ കച്ചേരിപ്പള്ളിക്ക് ചായക്കളർത്തിണ്ട് പാലില് വെള്ളം ചേർത്തതിന് പോലീസുകാർ പിടിച്ചിട്ട് പോയാ. നിങ്ങളുടെ കാഞ്ഞിരത്തെന്നല്ല, ഞങ്ങളെ സ്വന്തം കാഞ്ഞിരത്തെന്നാ വീണ് മരിച്ചത്. എന്റെ അച്ഛന്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് കട്ടിലെ കിടന്ന് ഡീസന്റ് ആയിട്ട് മരിച്ചു. അതിൽ ഒരാളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പാടില്ലായിരുന്നു. ബീരാനിക്കായ്ക്ക് ചവണക്കാരായാലും കൗസല്യ ടീച്ചറിന്റെ കൊച്ചുമോനാ അല്ലേടാ കുഞ്ഞാപ്പൂ. ഓരോരോ അതിശയങ്ങളെ ഇവന്റെ കുടുംബത്തിലുണ്ട് ഒരു ടീച്ചർ. പിന്നെ കുഞ്ഞാപ്പൂ ഈ വരുന്ന 17 നിക്കാഹ്. അയ്യോ, അത് പിന്നെ മാഷെ, ഞാൻ ബീരാനിക്കയോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഇവ പണ്ട് എങ്ങനെയാ നിക്കാഹ് ഓൻ ബേജാറാവും. ആ മാഷ ഒത്തിരി അത് മാഷെ, അല്ല ഇവിടുത്തെ ഒരു അവസ്ഥ. കുഞ്ഞാപ്പൂ അത് അതെ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല. എനിക്ക് സമ്മതമല്ലെന്ന് പറയുമ്പോ ഓരോ മോളുടെ കല്യാണം കഴിച്ചു വിടുന്നതിന് ഈ എന്തിനെതിര് പറയണ കുഞ്ഞാപ്പൂ? ഞാൻ കിട്ടൂല. ഇന്നോട് കേട്ടാൻ ആര് പറഞ്ഞു? അപ്പൊ പുതിയാപ്പിള ഞാനല്ലേ? നീ ആദ്യം നിന്റെ പേര് മാറ്റിയേ കുഞ്ഞാപ്പു. എടാ, മാഷിന്റെ മോളെ നിക്കാഹ് നിന്നെ ക്ഷണിക്കാൻ വന്നതാ. കല്യാണം വിളിക്കാൻ വന്നാണല്ലേ? ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കാൻ വന്നാണ്. കല്യാണപ്പുരി എന്ന് പറഞ്ഞ ഒരു പകുതി വേണം. ഇത് പാർട്ടിന്റെ ജില്ലാ സമ്മേളനം പോലെ ആൾക്കാർ വരുന്നു തിന്നുന്നു. മാഷേ, ബാത്തിമാന്റെ കോളേജിൽ നിന്ന് ഒപ്പനക്കാർ വന്നില്ലേ? അവരോട് വരാൻ പറ. കുഞ്ഞാപ്പോ, നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതിയാ. ആ ചെണ്ടയും മത്തിലൊക്കെ ഇട്ടോ ഒന്ന് ഉസാറാക്കടാ. അത് നമ്മൾ വാടാ. ആഹാ, നിങ്ങൾ ഒപ്പനക്കാരൊക്കെ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുക. അങ്ങോട്ട് ചെല്ലേ. പോട്ടെ. ആ ഇതന്നെ ഇവിടെ എന്നും കല്യാണമാണ്. ഇന്ന് പൊളിച്ചോണ്ട് പോയില്ലേ? ഇതാര് കുഞ്ഞാപ്പുവോ? ഫാത്തിമ, എന്റെ നാട്ടുകാര് കക്ഷികൾ വന്നിരിക്കണു. വരുന്നു പറഞ്ഞപ്പോ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെ ജീപ്പിനാ വന്നേ. എന്താ കുഞ്ഞാപ്പൂ വിശേഷിച്ച്?
എന്ത് ചെയ്യാനാ ഓരോ പ്രശ്നങ്ങള്. പ്രശ്നം എന്ത് പ്രശ്നം? അയ്യോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്ത് അല്ലറ ചില്ലറ സാമൂഹിക പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി ഞങ്ങൾ തന്നെയാണ് ഓടുന്നത്. പറഞ്ഞു ഫാത്തിമ പറഞ്ഞു നിങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണല്ലേ? അതെ ഇവൻ ജില്ലാ സെക്രട്ടറി, ഞാൻ ഖജാൻജി. അതെ. ഇന്നലെ ഫാത്തിമയുടെ കോളേജിൽ നിന്ന് കല്യാണം കൂടാൻ വന്ന കുട്ടികൾ ചേർന്ന് ഒപ്പന കളിച്ചില്ലേ? ആ കൂട്ടത്തിന് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്താ കല്യാണാലോചന വല്ലതും ആണോ? ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു ഫ്രണ്ട് ബഷീർ ഇന്നലെ കല്യാണപ്പുര വെച്ച് ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇരിക്കപ്പുറത്ത് തരുന്നില്ല. ഇതെന്നാ വർത്താനം? ബഷീർ പെണ്ണ് കെട്ടി പിള്ളേരുള്ളതല്ലേ, അവന്റെ ഭാര്യ മൂന്നാമത്തെ പേരിന് വീട്ടിൽ പോയിരിക്കും. ഇത് ആ ബഷീർ അല്ല, നിനക്കറിയാത്ത വേറെ ഒരു ബഷീറുണ്ട്. പിന്നെ ഏതാ കല്യാണപ്പുരയില് ഞാൻ അറിയാത്ത ഒരു ബഷീർ വന്നത്? ആട്ടെ, ഈ പെൺകുട്ടിക്ക് ആ ബഷീറിനെ അറിയോ? അറിയാം, അതാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. അവർ തമ്മിൽ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ പേരറിയില്ല. പേരറിയില്ല. പേര് ചോദിക്കാനുള്ള സാവകാശം ഈ ബഷീറിന് കിട്ടിയില്ല. ആട്ടെ, ഈ കുട്ടി ഏതാ? ഒരു ക്ലൂ തരൂ. ക്ലൂ ഒരു ചുമപ്പ് തട്ടമൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല മൊഞ്ചുള്ള കുട്ടിയായിരുന്നേ. ചുവപ്പ് തട്ടമിട്ട ഓ ഓളോ? ഓളുടെ അഡ്രസ് റസിയ ഉമർ, ബാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എടാ ചന്ദ്ര, നമുക്ക് ആ സക്കാത്ത് ബീരാനിക്കനെ ഒന്ന് കാണണം. ഹാജരേ 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 ലോകിക്കാരനാണ് ബീരാൻ. ഇത് നമ്മുടെ മോൻ സെയ്തലവി. ഇവൻ ഊട്ടിയിലാണ് പഠിച്ചത്. ഊട്ടിയില് മനുഷ്യന്മാരുടെ പെടലേക്ക് പിടിക്കാനാ പഠിച്ചത്? അതോട്ടല്ല അന്ന ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ മനസ്സിലാവാത്തൊരു പെടലേക്ക് പിടിക്കണേ എന്തെങ്കിലും ചികിത്സ വേണ്ടേ ഹാജരേ? അത് പിന്നെ ബെല്ലടിക്കാതെ ഓടി വന്ന് കേറിയപ്പോ പിന്നെ ബെല്ലടിക്കാനായിട്ട് ഇത് ലൈൻ ബസ് അല്ലേ? വന്ന് ഓന് നമ്മുടെ രീതികളും പരിഷ്കാരങ്ങളൊക്കെ മറന്നു. 1ാം ക്ലാസ് മുതൽ ഊട്ടിയിലാണ് പഠിച്ചത്. ഇപ്പൊ തൈവാനിലാണ് ജോലി. ഇന്നലെ രാത്രിയിലാണ് വന്നത്. ആടോ, ഇവൻ ഒരു പെണ്ണ് നോക്കണം. ഇത്തവണ അവധി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇവന്റെ നിക്കാഹ് നടത്തണം. അതെ, എന്താ പറഞ്ഞത്? അതൊക്കെ വിദ്യാഭ്യാസം ഉള്ളവർക്കേ മനസ്സിലാവും. അപ്പൊ ഹാജിയാർക്ക് മനസ്സിലായിട്ടില്ല. എന്താ പറയാൻ വന്നത്? അത് ഹാജിയാരെ ഒരു സന്തോഷ ഭർത്താനം. റസിയ ഉമ്മർ, വടാഞ്ചേരി, താനൂർ PO, മലപ്പുറം. ഇതിലെന്തോ ഗുൽമാലുണ്ടല്ലോ. ഉണ്ടല്ല, ഓനും തമ്മിൽ ലപ്പല്ലേ? മുഹബത്ത്, ഇഷ്ക്, പ്രേമം. ഈ ഒരു അവസരം പറിച്ചോനായിട്ട് കൊണ്ടുത്തന്നതാ. പയ്യന്റെ കടിയും മാറും, കാക്കാന്റെ വിശപ്പ് തീരും. ഏത് കാക്കാന്റെ? ആ കാക്കല്ല, പറന്നു കിടക്കുന്ന കാക്കച്ചില്ലേ? അതൊരു പഴഞ്ചൊല്ലാണ് മൊയിലാളി. ബിരനെ ഓനും ഈ പെൺകുട്ടിയും തമ്മിൽ മുഹബത്ത് എന്നുള്ള സത്യ. പിന്നെ ജീപ്പിലോട്ട് കയറ്, നമ്മള് കുപ്പായം മാറി വരാം. ഇതാരാ വരുന്നത്? അസ്സലാമലൈക്കും. അലൈക്കും സലാം. അതെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷെങ്കില് എനിക്ക് ഇയാൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പടച്ചോനെ അറിയില്ലേ? ഇയാളാണ് സക്കാത്ത് ബീരാൻ. സക്കരാത്ത് പറമ്പിൽ ബീരാൻകുട്ടി. പേര് കേട്ട വ്യക്തിയല്ലേ, ആരും അറിയില്ല. ഇയാളുടെ പേരെങ്കിൽ പുറത്താ. കാണാനും പരിചയപ്പെടാനും സാധിച്ചത് വളരെ സന്തോഷം. പിന്നെ എത്ര കാലായിട്ടോ നമ്മള് കണ്ടിട്ട്. ആചാര്യ നമ്മൾ അവസാനമായിട്ട് കണ്ടത് 10ാം നേർച്ചയ്ക്കല്ലേ? അല്ല, ആചാര്യം തമ്മിൽ ഇത്ര വലിയ ലോയിക്കാരാ? സ്കൂൾ മുതലുള്ള പരിചയല്ലേ? സ്കൂളിൽ പോയിട്ടില്ലല്ല. ഞാൻ താനാളൂർ സ്കൂളിൽ പഠിക്കുമ്പോ സ്കൂളിന്റെ മുന്നിൽ ഐസ് കൂട്ട് വെച്ചോടായിരുന്നു മൂപ്പർ. എത്ര ഉറുപ്പ്യന്റെ ഐസ് കൂട്ട എനിക്കും ചങ്ങാതിമാർക്കും കടം തന്നിരിക്കുന്ന അറിയോ? ഇതാണ് ഹാജിയാരി താനാലൂർ ഐസ് ഫാക്ടറി എന്ന് പറഞ്ഞത്. ഐസ് ഫ്രൂട്ട് കച്ചവടമായിരുന്നല്ലേ? ബീരാനെ ഇനി ഒന്നും ആലോചിക്കേണ്ട, ജിത്തിയത് ചോദിച്ചാലേ ഇങ്ങളല്ലേ അനന്തരവൻ. ഓന്റെ സെൽസം മോശമാവോ? മറേ ഇന്റെ അനന്തരനായോണ്ട് പറയല്ല. പുങ്കമനല്ലേ? എന്തുകൊണ്ട് അവന് ചേരുന്ന പെൺകുട്ടിയെ നമ്മക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരിഷ്ടപ്പെട്ട കാര്യം പറയണേ? ആരെ സെലക്ട് ചെയ്ത കാര്യം പറയണേ? ഉമ്മറ ഇപ്പൊ ചായ കൊണ്ടുവന്ന നിങ്ങളുടെ മോള് തിരൂരങ്ങാടി കോളേജിലല്ലേ പഠിക്കണത്. ഇപ്പൊ ചായ കൊണ്ടുവന്നത് എന്റെ കെട്ടിയോളാ ആമിന. അപ്പൊ നിങ്ങക്ക് മോളില്ലേ? ഉണ്ട്.
എങ്കിൽ വിളിക്കി ഓള് കോളേജ് ഹോസ്റ്റലില്ല തിരൂരങ്ങാടിയില്. ആ, മോളുടെ പേര് റസിയ എന്നല്ലേ? അതെങ്ങനെ അറിഞ്ഞു? എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഉമ്മറ നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മോള് മെനിയാന്ന് കൊണ്ടോട്ടിയിൽ ഒരു ചങ്ങാഴ്ചയുടെ കല്യാണപ്പുരയിൽ പോയിരുന്ന. എന്റെ പഠിച്ചോനെ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? എന്റെ മകളെ. നിങ്ങളുടെ മോക്കൊന്നും പറ്റിയിട്ടില്ല, സമാനായിരിക്കും. പറ്റിയത് നമ്മുടെ അനന്തരവനാണ്, കുഞ്ഞാപ്പൂന്. ഓൻ കല്യാണപ്പുരയെ പോയിട്ട് വന്നേ പിന്നെ ഉറക്കൂല. എന്നിട്ട് അനന്തരവനെ ഡോക്ടർമാരെ ആരും കാണിച്ചില്ല. ഇത് അമ്മാരി രോഗമൊന്നുമില്ല ഉമ്മറെ. സുറ്റി വളവില്ലാതെ പറ ആചാര്യ. ഉമ്മറെ, ഇങ്ങടെ മോള് റസിയനെ കൊണ്ട് ഇമ്മടെ അനന്തരവും കുഞ്ഞാപ്പൂനെ നിക്കാഹ് കഴിപ്പിക്കുന്ന കാര്യം ആലോചിക്കാനാണ് നമ്മൾ വന്നത്. എന്താ ആചാര്യ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ? ചെറുക്കനും പെണ്ണും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങടെ സമ്മതമാണ് നമുക്കറിയേണ്ടത്. ആചാര്യ ഉള്ളത് പറയാലോ, ഞാനൊരു പാവം കച്ചവടക്കാരനാണ്. നിങ്ങളെ പോലെയുള്ള ഒരു പ്രമാണിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനുള്ള മുതലും പണ്ടൊന്നും എന്റെ കയ്യിലില്ല. ശ്രീധരത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയണത്. അതൊരു 25 പവനും 2 ലക്ഷം റുപ്യയും എന്താ പോരെ കൂട്ടി പറയാ. താനെന്താ പുളിയാങ്കുന്നാരെ പറ്റി വിചാരിച്ചത്? നിങ്ങളുടെ സ്ത്രീയനെ കൊണ്ട് ജീവിക്കാൻ വന്ന ചെറ്റകളാണെന്നാ എന്റെ അനന്തരം നിങ്ങളുടെ മോളെയാ ചോദിച്ചത്. അതിന് സമ്മതമാണോ? അതാ നമുക്ക് അറിയേണ്ടത്. എന്നാലും ചെക്കനെ കണ്ട് നമ്മളൊന്ന് സംസാരിച്ച് തീരുമാനം എടുക്കുന്നതല്ലേ ഹാജരെ നല്ലത്. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ആ രീതിയല്ല. ഞാൻ തീരുമാനിച്ച ഓ അനുസരിക്കും, ഓൻ തീരുമാനിച്ച ഞാൻ അനുസരിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് കൈ കൊടുത്ത് വാക്ക് പറയണം. എന്നാലും ചെക്കനെ ഞങ്ങളൊന്ന് കാണാണ്ട് സംസാരിക്കാണ്ടും. നിങ്ങൾ ഇങ്ങോട്ട് വരി. ഉമ്മറെ, ഇത് പഴയ കാലമൊന്നുമല്ല. നിങ്ങളുടെ മോളും ഉമ്മടെ അനന്തരവും തമ്മി കഴിഞ്ഞ 16 വർഷമായി സ്നേഹത്തിലാണ്. അതിന് ആചാര്യ ഓക്ക് 21 വയസ്സല്ലായിട്ടുള്ളൂ. 16 വർഷം എന്ന് പറയുമ്പോ 5-ാമത്തെ വയസ്സ് മുതൽ പ്രേമോ? പടച്ചോനെ. അതേന്ന് 5-ാമത്തെ വയസ്സില് ഓളെ പോളിയോ കുത്തിവെപ്പിന് ചക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ഓളെ അവിടെ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ കഴിഞ്ഞ ആഴ്ച കല്യാണപ്പുരയെ വെച്ച് കണ്ടപ്പോ നിക്കാഹ് ഉറപ്പിച്ചു. കാരണവന്മാര് നമ്മളിപ്പോ നടത്തി കൊടുത്തില്ലെങ്കിൽ വിഷമടിക്കാൻ ഒളിച്ചോടാ. അന്റെ മാനം പോണ കാര്യ. എങ്കിൽ ഞമ്മള് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് സമ്മതിച്ചിരിക്കണം.